ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. ബറാത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ആഘോഷമൊന്നുമല്ല. ബട്ട് 15 ദിവസം കഴിഞ്ഞാൽ ഇനി നോമ്പായതുകൊണ്ട് ചിലർ ഇത് പായസം കാര്യങ്ങളൊക്കെ വെക്കും. നോമ്പ് എടുക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഈ ഒരു പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ബിരിയാണി അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മിക്സർ ഗ്രൈൻഡറിൽ ഇട്ടിട്ട് അതിന് അരയാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. അതിന് അളവൊന്നുമില്ല, ബട്ട് ഏകദേശം ഒരു കപ്പ് വരെ നിങ്ങൾക്ക് ഒഴിക്കാം. എന്നിട്ട് നല്ല രീതിയിൽ അരക്കണം. ഇത് നല്ല പേസ്റ്റ് പോലെ ആകണം. അതിൻ്റെ അരിയും ഇത് മറ്റേ പൊടികളൊന്നും പാടില്ല. എന്നിട്ട് ഒരു അരിപ്പയിൽ ഇട്ടിട്ട് നമ്മളിത് അരിച്ചെടുക്കുന്നതാണ്. ഒരു വലിയ പാത്രത്തിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ചോറെല്ലാം വെക്കുന്ന ഒരു വലിയ സൈസ് ടിഫാൻ്റെ പാത്രം നോൺ സ്റ്റിക്കാണ്. എന്നിട്ട് അത് എടുത്തിട്ട് പിന്നെ അതിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് കലക്കിയിട്ട് ഒന്നും കൂടി ജ്യൂസറിലെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അരിൻ്റെ കാര്യങ്ങളൊക്കെ അതെല്ലാം അരിച്ചിട്ട് അരിപ്പയിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ ഇത് ഈ പറഞ്ഞ പോലെ ഒരു പൊടികളൊന്നും പാടില്ല, നല്ല നൈസായിട്ട് നമ്മൾ അരക്കേണ്ടി വരും. ഇത് കഴിഞ്ഞിട്ടാണ് ഞാൻ 2 കപ്പ് നോർമൽ പാലാണ് എടുക്കുന്നത്. നമ്മൾ സാധാരണ പാക്കറ്റ് പാലുണ്ടല്ലോ, അതാണ് ഞാൻ ചേർക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചെറിയ തീയിൽ വേണം ഇതാക്കാൻ വേണ്ടിയിട്ട്. കാരണം വേഗം അടിക്ക് പിടിക്കും, അരിയല്ലേ. അപ്പം അടിക്ക് പിടിക്കാൻ കട്ടിയാകാനും ഈ പറഞ്ഞ പോലെ വേഗം കട്ടിയായാൽ പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല, കുറേ കഷ്ണങ്ങളായിട്ട് വരും. അപ്പോൾ അത് ചെറിയ തീയിൽ വേണ്ടിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയും പിന്നെ നമ്മൾ ചവ്വരിയില്ല അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ തീയിൽ അവിടെ ആകുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ 2 നേന്ത്രപ്പഴം ചെറുങ്ങനെ മുറിച്ചിട്ട് ഗീ കോത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് ഇവിടെ. ഇപ്പോൾ അത് ചില ആൾ പുഴുങ്ങിയിട്ടിടും, പക്ഷേ പുഴുങ്ങിയതിനെക്കാട്ടി നല്ലത് നമുക്കിഷ്ടം അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ്. ഇപ്പോൾ ഇത് കട്ടിയായി വന്നിട്ടുണ്ട്. 1 കപ്പ് പിന്നെ വേറെ നമ്മളെ പാക്കറ്റ് പാലുണ്ടല്ലോ അതും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് അത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ സമയം കൊണ്ട് തന്നെ ഞാൻ നട്ട്സൊക്കെ ഗീ കോത്ത് തന്നെ ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ ക്വാണ്ടിറ്റിയല്ലോ നിങ്ങളെ ഇഷ്ടത്തിന് ചേർത്താൽ മതി. ചിലയാൾക്ക് കടിക്കണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പഴം മാത്രം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് മാത്രം, ഇത് കട്ടിയായി കഴിഞ്ഞാൽ പാകത്തിന് ഒരു ഇത് കണ്ടില്ല, ഇത്ര കട്ടിയുണ്ടാവും. നല്ലൊരു കട്ടി ഇത് വായി കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു പിഞ്ച് ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്, നുള്ളുപ്പ് മാത്രം. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഏകദേശം അരമണിക്കൂറോളം നമ്മൾ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാൻ ടൈം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരമണിക്കൂർ ഇതായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഇതിൽ കടലപ്പരിപ്പ് ഞാൻ വേവിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അത് 1 കപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ കളറൊക്കെ മാറും. അപ്പോൾ നമ്മൾ നട്ട്സും പിന്നെ എന്താ പറയുക, നമ്മൾ നേന്ത്രപ്പഴത്തിൻ്റെ ഫ്രൈ ചെയ്തതൊക്കെ ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. ഇത് പിന്നെ നല്ലോണം കട്ടിയായിക്കൊണ്ട് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ ഓഫ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമ്മളെ കാടമ്പം പൊടി, ഏലക്കായൻ്റെ പൊടി ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂണാണ് അത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ലോണം മിക്സാക്കി കൊടുത്ത് ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് റെഡിയാക്കുന്നത്. പിന്നെ നമ്മളൊരു ടേസ്റ്റിന് 1 ടീസ്പൂണിൻ്റെ അത്ര ഗീയും കൂടി ഒഴിച്ചിട്ടുണ്ട്. അതും കൂടി ഒഴിച്ചിട്ട് നല്ലൊരു മണം ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് കൂടി ഒഴിച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇത് കണ്ടില്ല, നല്ല കട്ടിയുണ്ട്. ഇത് നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടെങ്കിൽ കുറച്ചും കൂടി പാൽ ഒഴിച്ചാൽ മതി. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. നമുക്ക് ഇത്ര കട്ടി ഒരു ഇഷ്ടമോ, ഇങ്ങനെ കോരി കുടിക്കാനായിട്ടില്ല, സെമി ലിക്വിഡായിട്ടില്ല, ഇങ്ങനെ നമ്മൾ സാധാരണ വീട്ടിലെല്ലാം ആക്കാറ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. അടിപൊളി ടേസ്റ്റാണ്. ഇത് ഇന്നല്ല, ശരിക്കും ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് ഡേ 2-3 ദിവസം തന്നെ നല്ലൊരു പുഡിങ് ടേസ്റ്റ് പോലെ തന്നെ ആവും, കട്ടിയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതെല്ലാവരും ഈ നോമ്പിനേക്കും നിങ്ങൾക്ക് ഇതാക്കാം. നോമ്പ് കുറിച്ച് കഴിഞ്ഞാൽ ഒരു ചൂടോടെയും കഴിക്കാം, ഇത് നല്ല തണുപ്പിച്ചിട്ടും കഴിക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്കിത് ചെയ്യാം. ഇത് പിന്നെ നമ്മൾ എപ്പോഴും എല്ലാ കൊല്ലവും നമ്മളിവിടെ വീട്ടിൽ നിന്ന് തന്നെ ആക്കിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഇനി 15 ദിവസം കഴിഞ്ഞാൽ നോമ്പാണ്. അപ്പോൾ എല്ലാവരും റെഡിയായിട്ട് ദുആ ചെയ്യ്.